സന്തോഷ് ഇന്നലെ ഈ ദുരന്തമുണ്ടായപ്പോൾ മുതൽ ആ ദുരന്ത ഭൂമിയിലുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7:08 സമയം, 7 മണി വരെ ആ ദുരന്ത ഭൂമിയിൽ തന്നെ രക്ഷാദൗത്യത്തിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അവിടെ നിന്ന് നേരെയാണ് നമ്മുടെ ചർച്ചയിലേക്ക് വരുന്നത്. സന്തോഷ്, നമുക്ക് ടി വിയിൽ കൂടെ തന്നെ ഇന്നലെ മുതലൊക്കെ വാർത്ത കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാഴ്ചകളും വേദനയും സങ്കടവും ഒക്കെയാണ്. അപ്പോൾ നേർക്കുനേർ അതൊക്കെ കാണുന്ന ആളെന്ന നിലയിൽ ആയുഷ്കാലത്തൊക്കെ മറക്കാൻ പറ്റാത്ത കുറച്ച് വല്ലാത്ത ഓർമ്മ ഈ ദിവസങ്ങളിൽ സന്തോഷമുണ്ട് അല്ലേ? തീർച്ചയായും. ഇന്നും കുറേയധികം ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് കിട്ടി. ഇനിയുണ്ടോ എന്ന കാര്യം അറിയില്ല. ഏറ്റവും പ്രധാനം, എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നതുപോലും നമുക്കിപ്പോഴറിയില്ല. അവിടെ എത്ര പേർ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി ഇപ്പോഴും ധാരണയില്ല. ഏകദേശം 40ഓളം പേരവിടെ ജോലി ചെയ്തതായി നമ്മൾ പറയപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ ആ സമയത്ത് നാം ഇങ്ങനെ ഹൃദയപൂർവ്വ ഭക്ഷണപ്പൊതിയുടെ ഭാഗമായി അത് കൊടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബോംബ് പൊട്ടുന്ന അത് പതിരിക്കൂട്ടാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയ സമയത്താണ് ഒരു 3:17 ഉണ്ടാവും. ആ സമയത്താണ് ഭീകരമായൊരു ശബ്ദം കേട്ടത്. അപ്പോൾ ആ ശബ്ദം കേട്ട വഴിക്ക് തന്നെ പെട്ടെന്ന് തൊട്ടപ്പുറത്തൊരു പള്ളി പെരുന്നാൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള സംഭവമാണെന്ന് വിചാരിച്ച് അപ്പോഴേക്കും നിറയെ ആകെ പൊടിപടലങ്ങൾ വരുന്നു കണ്ടു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ വാർഡായിട്ട് ബന്ധപ്പെട്ട് അറിയുന്നതുകൊണ്ട് അങ്ങനെ ഒരു വെടിക്കെട്ട് വരെ ഉള്ളത് അറിയായിരുന്നു. അപ്പോൾ നിലവിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ കൂടെ ഒരു ജോമാൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ആളോട് പറഞ്ഞു വണ്ടി തിരിക്കും, ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ ഉടനടി ഞങ്ങൾ ബൈക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കുമ്പോഴേക്കും അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണിലും ആകെ പൊടിയായിട്ട് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോഴേക്കും വേഗം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി വണ്ടി ഒതുക്കി. അപ്പോൾ വീണ്ടും ഒരു ഭയാനകമായ സൗണ്ടിൽ വീണ്ടും ഒരു പൊട്ടലാണ് കേട്ടത്. അപ്പോഴേക്കും നിങ്ങൾ ഓടി, എന്തായാലും നമുക്ക് രക്ഷിക്കാന്നുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ ഓടുമ്പോൾ ചുറ്റുപാടും അതുപോലെ തന്നെ കുട്ടികൾ കരയുണ്ടായിരുന്നു, അതുപോലെ തന്നെ അമ്മമാരൊക്കെ പേടിച്ചൊരു നിലവിളിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി നിൽക്കുമ്പോൾ അപ്പുറത്തെ പറമ്പിൽ തീ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഭയാനകമായൊരു എന്താ പറയുക, നമുക്കൊരു അഗ്നിഗോളം ജ്വലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളവിടെ കണ്ടത്. മാനസികമായിട്ട് പെട്ടെന്നൊരു ടെൻഷനായി. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ആ സമയത്ത് ആരെ വിളിക്കണം എന്ത് വിളിക്കണം എന്ന് തോന്നിയില്ല. അപ്പോൾ പെട്ടെന്ന് എമർജൻസി വിളിച്ചാൽ കിട്ടാൻ പെട്ടെന്ന് എം എൽ എ ആണ് ഇടയ്ക്കായിട്ട് ബന്ധപ്പെടാറ്. അപ്പോൾ തൊട്ടടുത്ത് സേവ്യർ ചിറ്റിലപ്പള്ളി MLA നമ്പർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു. എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന്. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് മെഡിക്കൽ കോളേജിൽ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടു. സൂപ്രണ്ട് അപ്പോൾ 10 ദിവസം ലീവാണെന്നുള്ളത് പറഞ്ഞു. ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനടി ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ വിളിച്ചു. സാറേ, ഇങ്ങനെ ഒരു സംഭവം അപകടം നടന്നിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്താണ്, ഈ വെടിക്കെട്ട് വരലാണ്, എത്ര പേരുണ്ട് എന്താണെന്നുള്ളത് അറിയില്ല, അപ്പോൾ നമുക്ക് ഓരോ ജീവനും വിലപ്പെട്ടതാണ് സാറേ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നമ്മളവിടെ സജ്ജീകരണങ്ങൾ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ, എപ്പോൾ നടന്നതാ സംഭവം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇപ്പോഴാണ് നടന്നു കൊടുക്കുന്നത്, ഞാൻ സംഭവ സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫോണിലെ ഇടയിൽ തന്നെ വീണ്ടും ഒരു പൊട്ടിലേറ്റു. ആ പൊട്ടണ സൗണ്ട് കേട്ടപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള ജോമചേട്ടനും ജീവനും കൊണ്ട് അങ്ങോട്ട് ഓടി. അപ്പോൾ കുട്ടികളെടുത്ത് ഇവർ ഓടി. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവരും പറയുന്നുണ്ട് മകൻ്റെ കൈ പൊട്ടി, കാല് പൊട്ടി, ഗ്ലാസ് തകർന്ന് വീണു എന്നൊക്കെ. അങ്ങനൊരു സംഭവം ഉണ്ടായി. പിന്നെ പെട്ടെന്ന് നമ്മൾ അപ്പോൾ ആ പൊട്ടിൽ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളൊരു ഇതാണല്ലോ, ജീവൻ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണല്ലോ. ഓടിപ്പോയി. അപ്പോൾ ആ സൈഡ് തിരിയിനോടത്തുണ്ടോ ഒരു കൈ നമ്മൾ മടക്കി വെച്ച ഭാഗത്തിൽ, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു മാനസിക വിഷമം തോന്നി. കൈയിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗം അറ്റി കിടക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്, കരിഞ്ഞിട്ട്. അപ്പോഴേക്കും കുറേ ആൾക്കാർ നാട്ടുകാരെ സമ്മതിക്കണം, നാട്ടുകാർ കുറേ പേര് അപ്പോഴേക്കും ഓടിയെത്തി. അവർ മറ്റുള്ള എന്നെ രക്ഷിക്കണേ എന്നുള്ളൊരു വിളികൾ കേട്ടപ്പോൾ പോലീസ് അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഫയർഫോഴ്സ് ഇവരൊക്കെ വിളി ഉണ്ടായിരുന്നു, പലരും ഓടി വന്ന് വിളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നാട്ടുകാർ 2-4 പേര് ഓടിപ്പോയിട്ട് ആ കത്തണേൻ്റെ സൈഡിൽ നിന്ന് തന്നെ ആൾക്കാരെ പോലീസ് വരണേക്കാൾ ഉപ്പാട് തൊട്ടപ്പുറത്തും ഇതെന്ന് പറഞ്ഞ ആംബുലൻസ് ഓടിച്ചോടുന്ന പയ്യുണ്ടായിരുന്നു. അവർക്ക് അറിയിപ്പ് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു 2 ആംബുലൻസ് പിടച്ചെത്തി. അപ്പോൾ ആ ആംബുലൻസിൽ കയറ്റി 4ഓളം പേരെ പോലീസ് വരണേക്കാളും ഉപ്പാട് നമ്മൾ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് ശ്രീമതി കെജിത്താര പറഞ്ഞതുപോലെ നമ്മൾ ആ രക്ഷാദൗത്യത്തിൽ കോർഡിനേഷനിൽ നമ്മൾ പക്കാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിന് മുമ്പ് ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്നതുകൂടി പറഞ്ഞു. ഞാൻ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.